ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ഒരു ദിവസത്തിലെ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പതിവിലും താമസിച്ചാണ് ഇന്ന് രാവിലെ ഞങ്ങൾ ഉറക്കം എഴുന്നേറ്റത്. രാവിലെ തന്നെ പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ പള്ളിയിൽ പോയിട്ട് വന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചായയും കുടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സൺഡേ സ്കൂൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 11 മണിയൊക്കെ ആവും വീട്ടിൽ തിരിച്ചെത്താൻ. 7:45 കൊയർ തുടങ്ങും. അതുകൊണ്ട് തന്നെ 7:30 ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. കുറച്ചു ദൂരമുണ്ട് പള്ളിയിലേക്ക് പോവാനായിട്ട്. ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ ട്രാൻസ്ഫർ ആയിപ്പോയി കഴിഞ്ഞ ആഴ്ച. ഈ ആഴ്ച മുതൽ പുതിയ അച്ഛനാണ്. എന്നാലും പഴയ അച്ഛനെ ഞങ്ങൾക്ക് നന്നായിട്ട് മിസ് ചെയ്തു. വളരെ നല്ല സ്നേഹമുള്ളൊരു അച്ഛനായിരുന്നു. ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോൾ ചർച്ചിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആരാധനയൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ അച്ഛൻ വന്ന് എൻ്റെ മക്കളെ വണ്ടിയിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും തിരിച്ചു കൊണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇനി പുതിയ അച്ഛൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരോട് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും മാക്സിമം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൊയറൊക്കെ പാടാൻ തുടങ്ങി. ഫസ്റ്റ് സോങ് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. എന്തും സാധ്യമാണെന്നുള്ളം ചൊല്ലുന്നു, എന്നും യേശു എൻ്റെ കൂടെയുണ്ടെങ്കിൽ. ഈ പാട്ടായിരുന്നു ഫസ്റ്റ് സോങ്. അതൊക്കെ കൊയറൊക്കെ കഴിഞ്ഞു. ആരാധനയൊക്കെ കഴിഞ്ഞു. സൺഡേ സ്കൂൾ തുടങ്ങി. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെ വീഡിയോ ഒക്കെ എടുത്തു. സൺഡേ സ്കൂൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഫുഡ് രാവിലത്തേക്ക് പുട്ടായിരുന്നു. പുട്ടായതുകൊണ്ട് തന്നെ എൻ്റെ മകന് കറിയില്ലാതെ പുട്ട് കഴിക്കാൻ ഇഷ്ടമല്ല. ഞാൻ കടയിൽ നിന്ന് പഴമാണ് മേടിച്ചത്. അപ്പോൾ അത് പഴമായതുകൊണ്ട് അവൻ പിണങ്ങിയിരുന്നു. കിങ്ങിണി കിടന്നുറങ്ങി. എൻ്റെ മകളെ പേരാണ് കിങ്ങിണി. അവൾ പുട്ടൊക്കെ കഴിച്ച് സുഖമായി വന്ന് കിടന്നുറങ്ങി. പിന്നെ ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കായിരുന്നു. ചോറും മീൻ കറിയും മീൻ ഫ്രൈയും ഒഴിച്ചു കറിയും ഓംപ്ലേറ്റുമായിരുന്നു ഉച്ചത്തേക്ക്. അത് കഴിഞ്ഞ് തുണിയൊക്കെ വാഷ് ചെയ്യാനൊക്കെ ഇട്ടു. കുറച്ച് ഡാൻസൊക്കെ പ്രാക്ടീസ് നടത്തി. ഞാനിപ്പോൾ റീൽസ് ചെയ്യാനുണ്ട്, ഡാൻസിൻ്റെ റീൽസ്. എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഡാൻസിൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നും ഇവിടെ കിടന്നു ഡാൻസ് പ്രാക്ടീസാണ് ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. എല്ലാ ദിവസവും കിടന്ന് ചാട്ടത്തോട് ചാട്ടമാണ്. മുറ്റത്തൊക്കെ നിറച്ച് പുല്ലാണ്. അതൊക്കെ വെട്ടി മുറ്റമൊക്കെ ക്ലീൻ ചെയ്തു. ഇന്നത്തെ ദിവസം ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടിയില്ല എനിക്ക്. സാധാരണ ഞായറാഴ്ച ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറാണ് പതിവ്. ഇന്നും അത് നടന്നില്ല. എൻ്റെ മകൻ്റെ പേരാണ് കണ്ണൻ. എൻ്റെ കണ്ണന് തോട്ടിൽ നിന്ന് കുളിക്കണമെന്ന് 2 ദിവസം കൊണ്ടേ പറച്ചിലാണ്. അപ്പം തോട്ടിൽ പോയി കഴിഞ്ഞ് 2 പ്രയോജനമുണ്ട്. ഒന്ന്, എനിക്ക് അവിടെ നിന്ന് റീൽസ് എടുക്കാം. രണ്ടാമത്തെ കാര്യം, അവൻ്റെ കുളിയും നടക്കും. അങ്ങനെ തോട്ടിലൊക്കെ പോകാനൊക്കെ പറഞ്ഞ് ഇന്നലെ പ്ലാൻ ഇട്ടു. പക്ഷേ ഇന്നലെ ഞാൻ കൊണ്ടുപോയില്ല, അവനെ പറ്റിച്ചു. ഇന്ന് അവൻ കരയുമെന്ന് മനസ്സിലായപ്പോൾ വൈകിട്ട് കൊണ്ടുപോയി. പക്ഷെ കൊണ്ടുപോയിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല. റീൽസൊന്നും എടുത്തില്ല. അവന് കുളിക്കാനും സാധിച്ചില്ല. കാരണം വെള്ളം കലങ്ങി ഇങ്ങനെ ചെളി വെള്ളം പോലെ അങ്ങനെ വന്നു. അപ്പോൾ പിന്നെ അവന് കുളിക്കാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ സങ്കടത്തിൽ അവൻ എനിക്ക് റീൽസും എടുത്തു തന്നില്ല. ഡാൻസിൻ്റെ റീൽസൊന്നും അവൻ എനിക്ക് എടുത്തു തന്നില്ല. പിന്നെ അവിടെ നിന്ന് നേരെ എനിക്കൊരു മൈക്രോ ഫിനാൻസ് ലോണുണ്ട്. അതിന് വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കാനായിട്ട് ഒരു ചേച്ചിയുടെ വീട്ടിലാണ് കൊണ്ട് കൊടുക്കുന്നത്. അവിടെ പോയി അവിടെ പൈസയൊക്കെ കൊടുത്തു. അവിടെ നേരെ തിരിച്ചു വന്നു. ഒരു കടയിൽ കയറി വൈകിട്ടത്തേക്ക് ചായക്കുള്ള പാലൊക്കെ വാങ്ങിച്ചു. രാവിലത്തെ ഫുഡിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു ചായയൊക്കെ റെഡിയാക്കി കുളിച്ചു. പിന്നെ കുറച്ച് വീട്ടിൽ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് സന്ധ്യ പ്രാർത്ഥനയുണ്ട് എല്ലാ ദിവസവും. തിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് രാത്രിത്തേക്ക് കൊഴുക്കട്ട ആണ് ഉണ്ടാക്കിയത്. അതൊക്കെ കഴിച്ചു. ഞങ്ങളതാ